അപ്പോൾ ഗൈസ് അങ്ങനെ കോഴിക്കോട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു നേരെ മൂന്നാറിലേക്ക്. അറൗണ്ട് രാത്രി 12 മണിയോട് നമ്മളിവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ ഒരു 3 ഫ്രണ്ട്സും കൂടെയാണ്. രാവിലെ 7 മണിയോളം അടുത്ത് നമ്മൾ മൂന്നാറിലെത്തി. അവിടെ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഗ്യാപ്പ് റോഡിലേക്ക് പോയെന്നായിരുന്നു. പക്ഷേ അവിടുന്ന് നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് ഈ ടൈമിൽ വട്ടവട സൈഡിലോട്ട് വിട്ടോ, ട്രാഫിക് കുറവുണ്ടാവുന്നു. അങ്ങനെ നമ്മൾ നേരെ വട്ടവടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ വിഷ്വൽസൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോയി. അങ്ങനെ നമ്മൾ വട്ടവടയ്ക്ക് പോകുന്ന വഴിക്ക് മാട്ടുപ്പെട്ടി റിസർവറിൻ്റെ അടുത്തായിട്ട്, മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒക്കെ അടുത്തായിട്ട് വന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ കയറിയില്ല, മാട്ടുപ്പെട്ടി കയറിയില്ല. നമ്മൾ വന്ന ടൈമിൽ അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർഫാളാണ്. നമ്മളവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം ചില്ലടിച്ച് അവിടെ നിന്ന് നമ്മൾ അട്ട കടിക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് കുറച്ച് അകത്തോട്ട് ആ വെള്ളച്ചാട്ടം ഇങ്ങനെ നോക്കി നടന്നിരുന്നു. അങ്ങനെ പോയപ്പോൾ അട്ട കടിച്ച്, അതിൻ്റെ വീഡിയോയും ഞാൻ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ആനിമൽ സൈറ്റിംഗ് ആയിട്ട് കിട്ടിയത് നമുക്ക് ഈ കുരങ്ങന്മാരാണ്. നമ്മൾ മാട്ടുപ്പെട്ടി ആ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് അവിടെ ഈ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളുടെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ യാത്രയിൽ തിരിച്ചു വരുമ്പം ആന കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു നമുക്ക് ആനിമൽ സൈറ്റിംഗ് ആയിട്ട്. നമ്മളവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് നേരെ കുണ്ടള ഡാം ആ ഏരിയയിലോട്ടാണ് പോയത്. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇറങ്ങിപ്പോകുന്ന ലെഫ്റ്റ് സൈഡിലോട്ടുള്ള റോഡ് കുണ്ടള ഡാമിലോട്ടുള്ളത്. പക്ഷേ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് അങ്ങോട്ടായിരുന്നു, അതായത് കുണ്ടള ഡാമിൻ്റെ ഏരിയയിലോട്ടായിരുന്നു നമുക്ക് വട്ടവട എന്ന് പറഞ്ഞ റൂട്ട് കാണിച്ചത്. ബട്ട് അങ്ങനെ തെറ്റിപ്പോയിട്ട് നമുക്ക് കുണ്ടള ഡാമിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു വിഷ്വലും കാര്യങ്ങളും കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ഒരു 1% മാത്രമേ എന്നെക്കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത് നിങ്ങൾ നേരിട്ട് പോയി കാണേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അവിടുത്തെ ആ പൂക്കളും അതേപോലെ തന്നെ ആ ഒരു മരങ്ങളും കാര്യങ്ങളും ഒക്കെ. നമ്മൾ അധികം അങ്ങോട്ട് കയറിപ്പോയില്ല, കാരണം രാവിലെ ആയതുകൊണ്ട് ഓരോന്ന് ഓപ്പണായി വരുന്നതേ ഉള്ളായിരുന്നു. ഡാമിലെത്തിയിരിക്കുന്നു. പറഞ്ഞ അകത്താണോ ഗൈസ്, ഡാമിലെത്തിയിരിക്കുന്നു. ഡാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുണ്ടള ഡാമിൽ നിന്ന് എക്സിറ്റായി നമ്മൾ നേരെ വട്ടവട ആണ് നമ്മുടെ പ്ലാൻ. നേരെ വട്ടവട, വേറെ ഒരിടത്തും നമ്മൾ നോക്കുന്നില്ല.
അപ്പോൾ നമ്മളവിടെ ചെന്ന ഉടനെ നമ്മളൊരു ജീപ്പ് സഫാരി സെറ്റ് ചെയ്യുകയും അവിടെയുള്ള കുറച്ച് വ്യൂ പോയിൻറ്റുകളൊക്കെ കാണാൻ പോവുകയും ചെയ്ത്. നമുക്ക് നമ്മുടെ ജീപ്പ് ചേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അതായത് ഈ മലയ്ക്കപ്പുറേ പൂണ്ടി, അതേപോലെ പൂപ്പാറ, ആ ഏരിയകളൊക്കെ വരുന്ന ആണ്. അതായത് ഈ മല ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തെത്താം. വലിയ ദൂരമില്ല നമുക്ക്, ബട്ട് ഡയറക്റ്റ് നമുക്ക് റോഡ് എനിക്ക് അങ്ങോട്ടില്ല ഇല്ലെന്ന് തോന്നുന്നു. ആകെ ഒരു എസ്കേപ്പിംഗ് റൂട്ട് മാത്രമേ ഉള്ളൂ, അതായത് തൊട്ടടുത്ത്. അല്ലെങ്കിൽ നമ്മൾ ചുറ്റിക്കറങ്ങി വേണം പോകാനായിട്ട്. ഈ സർക്കിൾ ചെയ്യിച്ച് കാണിക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ ജീപ്പ് ചേട്ടൻ്റെ ഫാമിലിയുടെ ആണ്. നമുക്കവിടെ നിന്നാൽ കാണാൻ പറ്റും കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ. കുടിവെള്ളത്തിൽ മെയിനായിട്ട് കടന്നു വെള്ളത്തിൽ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, പൊളി ചങ്ങായിരുന്നു കേട്ടോ. ഇവിടെ ആനയുടെ മണം ഉണ്ടല്ലോ, പക്ഷെ ആനയുടെ ടൈപ്പിൽ മണം. ഇതാണ് ഊട്ടിപ്പൂ. ഇതിൻ്റെ ശരിക്കുള്ള പേര് ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. ഇത് കാണാൻ സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക് ചെടി പോലെ തന്നെ, തൊട്ടാലും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുക. എനിക്കൊന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് 1 മാസം വരെ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന. പൂവൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ജീപ്പിൽ വരികയും അവിടുന്ന് നേരെ നമ്മൾ പോയത് ഒരു ചെറിയൊരു വാട്ടർഫോൾ കാണാനായിട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ വാട്ടർഫോളിൽ ബോർഡ് വെച്ചിട്ട് ചെറിയൊരു തോടാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ സംശയിച്ച് ഇതെന്താ ഇങ്ങനെയാണ്. പിന്നെ കുറച്ചുകൂടെ അകത്തോട്ട് നടന്നപ്പോഴാണ് മനസ്സിലായത് അത് ആ വാട്ടർഫോളിൽ നിന്ന് വരുന്ന ചെറിയൊരു തോടാണ്. പക്ഷെ നല്ല അടിപൊളി വാട്ടർഫോൾ തന്നെയാണത്.
അവിടെ കുറേ ആൾക്കാരുള്ളത് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ജീപ്പിലേക്ക് നടന്നു. അവിടെ നിന്ന് നമ്മൾ അടുത്തത് പോയത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഒരു അടിപൊളി വ്യൂ പോയിന്റാണ്. അവിടെ കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഒരു സ്ട്രോബെറി ഫാം കാണാൻ പോയി. വലിയ ഫാമൊന്നുമല്ല, ചെറിയൊരു ഫാം. പക്ഷേ അവിടെ ഇഷ്ടംപോലെ സ്ട്രോബെറിയും അതേപോലെ തന്നെ വൈനും ഒക്കെ നമ്മൾ കഴിച്ച് നല്ല അടിപൊളിയായിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ വീഡിയോകൾ എടുത്ത് നഷ്ടപ്പെട്ടു പോയി. പകരം അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. നമ്മളവിടെ നേരെ പോയത് വട്ടവടയിലുള്ളൊരു ഗാർഡനിലോട്ടാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ജീപ്പ് സഫാരി എടുത്തിടത്ത് തന്നെ തിരിച്ചെത്തി. അവിടെ നമ്മൾ നമ്മുടെ കാറിൽ തിരിച്ച് ആലപ്പുഴയിലേക്ക് കുട്ടനാട് കാണാനായിട്ട് പോവുകയാണ്. അത് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം. ശരി, അങ്ങനെ വട്ടവടയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ കുണ്ടള ഡാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ രണ്ടാമത്തെ ആനിമൽ സൈറ്റിംഗ് ആയിട്ട് കിട്ടിയത് നമുക്ക് നല്ലൊരു ആനേനെയാണ്. കുറച്ച് നേരം നമ്മൾ അതിനെ കണ്ടു നിന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ കുട്ടനാടിനുള്ള യാത്ര തുടങ്ങി.